വല്ലവരും ഈ ഖുത്ബ കേൾക്കുന്നവർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി പഠിക്കണം. ഒരു ദിവസം 2 തവണയെങ്കിലും ചെല്ലണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ സയ്യിദ് എന്ന നേതാവ്? ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന അതിലേറെ വലിയൊരു പ്രാർത്ഥന ഇല്ലാന്ന്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരാരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് പഠിക്കണം. നിങ്ങളെ ഫോണിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് അടിച്ചു കൊടുത്താൽ പ്രാർത്ഥന കുറെ രൂപത്തിൽ വരും. കുറെ രൂപത്തിലല്ല, കുറെ നമ്മളെ കയ്യിലുണ്ട് വരും. അങ്ങനത്തേനൊക്കെ ഫോൺ ഉപയോഗപ്പെടുത്തണം. ആ പ്രാർത്ഥനയുടെ ഒരു മഹത്വം റസൂലുള്ളാഹി പറയാം. മൻ ഖാലഹാ മിനൻ നഹാരി, ഒരു സഹോദരൻ നേരം വെളുക്കുന്ന സമയത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി, മൂഖിനൻ ബിഹാ, ദൃഢവിശ്വാസത്തോടുകൂടി സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചൊല്ലിയാൽ, ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസാ, മരിക്കാണ്, വൈകുന്നേരത്തിനടക്കം മരിച്ചാൽ റസൂലുള്ളാഹി പറയാ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്ത് പോകുന്നതാണ്. നിസ്കാരവും ദീനൊന്നും ഇല്ലാതെ ചെല്ലിയ കൊട്ടുന്നല്ല, എല്ലാവർക്കും അറിയാലോ. ജീവിതത്തിൽ നിസ്കാരവും ഇസ്ലാമിയത്തൊക്കെ ശ്രദ്ധയുണ്ട്. ശ്രദ്ധയോടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചൊല്ലി വൈകുന്നേരത്തിനൊക്കെ മരിച്ചാൽ റസൂലുള്ളാഹി പറയുന്നു ഫഹു മിൻ അഹ്ലിൽ ജന്ന, ഓ സ്വർഗ്ഗക്കാരനാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, രാത്രി ആയപ്പോഴും അത് ചൊല്ലി, വഹുവ മൂഖിനുൻ ബിഹാ, ദൃഢവിശ്വാസത്തോടെയാണ് അവൻ ചൊല്ലിയതെങ്കിൽ, ഫമാത ഖബ്ല അൻ യുസ്ബിഹ, നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചു, ഫഹു മിൻ അഹ്ലിൽ ജന്ന. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് വല്ലാത്തൊരു വാക്കാണ്.